പറഞ്ഞ ഉപനിഷത്തിന്റെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും എല്ലാം സാരാംശം ആക്കി പൂർത്തിയെടുത്ത് ശുദ്ധമായ മലയാളത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു മഹാകാവ്യമുണ്ട്. അതാണ് ജ്ഞാനപ്പാന. ആ യുഗം 4500 ദേവവർഷങ്ങളായിരുന്നു. 4500 ദേവവർഷം എന്ന് പറയുമ്പോൾ 4500 അത്രയും വർഷങ്ങൾ സത്യയുഗമുണ്ടായിരുന്നു. അതായത് ഹൃദയം. പിന്നെ വന്നത് ആ ത്രേതായുഗത്തിൽ 3 അവതാരങ്ങളുണ്ടായിരുന്നു. പരശുരാമൻ, ശ്രീരാമൻ, പിന്നെ സ്വാമിനാഥൻ വന്നിട്ടുണ്ട്. അങ്ങനെ 3 അവതാരങ്ങൾ വന്ന് മന്വന്തരമാകുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ഒരു കൽപ്പമാകുന്നു. ഈ ഒരു കൽപ്പം ആണ് ബ്രഹ്മാവിന്റെ ആയുസ്. അതിനുശേഷം ബ്രഹ്മാവിന്റെ പുതിയ അവതാരങ്ങൾ വരുന്നു. ഈ ബ്രഹ്മാവിന്റെ അവതാരം. അപ്പോൾ നമുക്ക് കണക്കുകൂട്ടാൻ പറയുമോ പറ്റുമോ? ഇത്രയും 4500, 3600, 2400, 1200 ഇങ്ങനെയുള്ള ഗുണം 360 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 12 കോടി വർഷം കഴിഞ്ഞു. ഈ 12 കോടി വർഷങ്ങൾക്ക് മുമ്പും ഈ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗന്നിത്യ എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചൈതന്യം ഇത് അഷ്ടജന്മം പ്രാപിക്കുന്നു. അതാണ് ജ്ഞാനപ്പാനയെ കുറിച്ച്. ജ്ഞാനപ്പാനയിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞു ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു, പാന എന്താണെന്ന് പറഞ്ഞു. പാന ഈരടികളാണ്. അപ്പം ഈരടികളായിട്ടാണ്, 2 വരികളായിട്ടാണ് ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ളത്. ഇതിലെ 2 വരികൾ നമ്മൾ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലോട്ട് ഉപയോഗിക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലും. കാരണം സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിലാണ് ഈ കാവ്യം. അദ്ദേഹം ഒരു നിഷ്കാമഭക്തനായിരുന്നു. ഒന്നും ആഗ്രഹിച്ചതല്ല അദ്ദേഹം അവിടെ ഗുരുവായൂരപ്പനെ സേവിച്ചത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. പക്ഷേ ഉദാഹരണം തന്നെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയായിരുന്നു. അതിന്റെ ശ്വാസനിശ്വാസത്തിലും ചെയ്യാത്താണ് ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്നത് ഭക്തിയായിരുന്നു ഉദാഹരണത്തിന്. അങ്ങനെ ഗുരുവായൂരപ്പനെ ഭജിച്ച് സേവിച്ച് അവിടെ നടക്കുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വരിയിൽ ഒരു അക്ഷരപ്പിച്ചുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പത്മനാഭവും മലപ്രഭവും എന്നാണ് വായിച്ചത്. പത്മനാഭവും മലപ്രഭവും എന്നാണ് വായിക്കേണ്ടിയിരുന്നത്. യോഗസ്ഥിതിയിലാണ് എഴുതിയിരിക്കുന്ന മറ്റ് ആഗമസ്ഥിതി വേണം വായിക്കാൻ. അദ്ദേഹം വായിച്ചത് പത്മനാഭവും. ഇത് കേട്ടുന്ന പണ്ഡിതന്മാരിലെല്ലാവരും ഉണ്ടായിരുന്നോടെ എൽപ്പത്തിൽ ചോദിച്ചു, മലപ്രഭുവോ അതെന്ത് സാധനം, അതാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണനായകൻ ഭൂതാനം ഭഗവാനെ വിളിച്ചപ്പോൾ ശ്രീകോവിലെ അശ്വതിയിലേക്ക് എനിക്ക് നാമമെല്ലാം പഠിപ്പിക്കണം. ആ നാമമെല്ലാം പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അതാണ് അവിടെ ഗുരുനാഥൻ തുണജീകരണം തിരുനാമങ്ങൾ ആവിനെപ്പോഴും പറയുന്നത്. തിരുനാമം പഠിപ്പിച്ച അച്ഛനെ അമ്മയോ അവിടെ ഓർത്തു. നമ്മള് ജ്ഞാനപ്പാനം വായിക്കുമ്പോൾ നമുക്ക് ആദ്യം അർത്ഥം മനസ്സിലാവും. വീണ്ടും വായിക്കുമ്പോൾ അതൊരു പടി കൂടി അർത്ഥം മനസ്സിലാവും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥമാണ് ആ ശ്ലോകത്തിൽ തുടങ്ങുന്നത്. ഗുരുനാഥനെ വന്ന് തുടങ്ങുന്ന അദ്ദേഹത്തെ ഗുരു എന്നാൽ നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനെന്നാണ്. തുണജേക സന്തതം തിരുനാമങ്ങൾ അവന്മേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാണ് പൂന്താൻ എഴുതിയത്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആണ് ആ ശ്ലോകത്തിൽ തുടങ്ങുന്നത്. ഗുരുനാഥനെ വന്ന് തുടങ്ങുന്ന അദ്ദേഹത്തെ ഗുരു എന്നാൽ നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനെന്നാണ്. തുണജേക സന്തതം തിരുനാമങ്ങൾ അവന്മേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാണ് പൂന്താൻ എഴുതിയത്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു നിമിഷത്തിലാണ്. നമ്മൾ ഈ ഒരു നിമിഷത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം. നമ്മൾക്കൊരു ദിവസത്തിൽ 60 നാഴികയുണ്ട്. ഇതിൽ 60 നാഴികയിൽ ഒരു നാഴിക നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. ഒരു ദിവസത്തിൽ ഈ 24 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്തിന്? നിങ്ങൾക്ക് വേണ്ടി തന്നെ. കാലത്തൊരു 12 മിനിറ്റ്, വൈകിട്ടൊരു 12 മിനിറ്റ്. അതായത് കാലത്ത് അരനാഴിക, വൈകിട്ട് അരനാഴിക. രാവിലെ നിങ്ങളുടെ വീട്ടിലെല്ലാം വിളക്കൊടുന്നതിലെ നിങ്ങൾക്ക് കള്ളം ചെയ്തു പോകാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തനാക്കാൻ. നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും ജിമ്മിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനാണ് ശരീരം പുഷ്ടിപ്പെടുത്തി കാണിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇത് മനസ്സിനുള്ള ഒരു വ്യായാമ മുറയാണത്. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ മനസ്സിൽ
നാളെ നമ്മളുടെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പ്രാപ്തി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമായിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കാം, രാവിലെ വൈകിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം. എങ്കിൽ ഏകാഗ്രതയോടെ കൂട്ടുക. ചെയ്യാത്തവർ ചെയ്തു തുടങ്ങുക. നിങ്ങളിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ട് അതിനെ മാറ്റം വരില്ല. ഏകദേശം 2 മാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു മാറ്റം കാണാം. എത്രയോ ഡിഗ്രിയുള്ള ആളുകളാണ് വലിയ ജോലിക്ക് കിട്ടുന്നു, വളരെ നല്ല സൗകര്യങ്ങൾ പറഞ്ഞാൽ കൊതിക്കുന്ന ശമ്പളമുള്ള ആളുകൾ, വളരെ സൗകര്യങ്ങളുള്ള ആളുകൾ. ഒരു ദിവസം രാവിലെ ഓഫീസിൽ എന്ന് പറയുന്നു, നാളെ വന്ന് ജോലിക്ക് വരണ്ട, അല്ലെങ്കിൽ ഇന്നും വന്ന് നീ ജോലിക്ക് വരണ്ടെന്ന് പറയുന്നു. എനിക്ക് കിട്ടുന്ന 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ 2,50,000 രൂപയുടെ അടവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ, EMI അടയ്ക്കാൻ. എന്റെ ജീവിതം അറിയാൻ പറ്റാത്തത് കെട്ടിടത്തിന്റെ മുകളിൽ താഴ്ത്തിക്കുന്ന ശാന്തിശാലിയാണ്. ഒരു നിമിഷം ചിന്തിക്കാൻ അവന് സഹിച്ചില്ല. കാരണം എന്താണ്, അവന്റെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തി മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പരിഹാരം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വീട്ടിലെ ഇളയ സന്തതിയായിരിക്കും, ഇളയ കുട്ടിയായിരിക്കും. ആ പിഞ്ചു മനസ്സിലായിരിക്കും അതിന് ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും തുറന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാത്തതിന്റെ പോരായ്മകൾ തടിക്ക് കണ്ട വിനാശം ഇന്ന നേരമെന്ന് ഏതവും അറിയില്ല, കണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. ശരിയാണ്, ഇന്ന് കാലത്ത് കണ്ടാണ് ചിലപ്പോൾ വൈദ്യനെ കാണാനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ശരീരം പിടിഞ്ഞ് ആത്മാവ് പോയിട്ടുണ്ടാവും. കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനങ്ങളുടെ ഒരുത്തനെ തണ്ടിരേറ്റി നടത്തുന്നതും. നോക്കൂ, 10 അവതാരങ്ങളുണ്ട്. നമ്മൾ ദശാവതാരം പഠിക്കുന്നത് കൽപ്പിത അവതാരങ്ങളൊക്കെ വരാനുള്ളത്. ഈ 10 അവതാരങ്ങളും എന്തിനാണ്? ഭൂമിയുടെ പരിപാലനത്തിനാണ് ഉണ്ടായത്. അല്ലാതെ ഈ 14 ലോകങ്ങൾക്ക് വേറൊരു ലോകത്തിന് വേണ്ടിയിട്ടല്ല ഭഗവാൻ അവതാരം എടുത്തത്. അവനീതര പാലനത്തിനല്ലോ അവതാരങ്ങളും പലതുണ്ടെന്ന് ഓർക്കുമ്പോൾ അതുകൊണ്ട് വിശേഷിച്ച് ഭൂലോകം 14 ഉള്ളതിൽ ഉത്തമം ഈ ഭൂമിയല്ലോ. 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമം ആ ശരീരം. അത് അതിനുള്ള നാശം ഇന്ന നേരമെന്ന് ഏതും അറിയില്ല. സത്യമല്ലേ? ഈ 1,00,000 യോജന വിസ്തീർണമുള്ള ഒരു ദ്വീപുണ്ട്. അതിന്റെ പേര് ജംബുദ്വീപ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏഷ്യ എന്ന് പറയുന്ന വൻകര. ഇതിനാണ് ജംബുദ്വീപ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചോണം, 450 വർഷങ്ങൾ മുമ്പ് ഊന്നാൻ എഴുതി വെച്ചു. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? നമ്മളൊക്കെ വിചാരിക്കാൻ പഠിച്ചതും അറിവുള്ള മഹത്തുക്കൾ പറഞ്ഞു തന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സപ്തദ്വീപുകളുണ്ടതിൽ എത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു. പിന്നെയും 7 ദ്വീപുകളുണ്ടെന്നാണ് ഉദാഹരണം പറയുന്നത്. അതിൽ 1,00,000 യോജനയുള്ള ജംബുദ്വീപാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നു, ഏറ്റവും പുണ്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. 7 ഖണ്ഡം ഈ ഏഷ്യ എന്ന വൻകര, അതായത് ജംബുദ്വീപ് എന്ന് പറയുന്ന ഈ വൻകരയില് 9 ഖണ്ഡങ്ങളായിട്ട് ഭാഗിച്ചതിൽ ഏറ്റവും ഉത്തമമാണ് ഭാരതം. ആലോചിച്ച് നോക്കൂ, കാലത്ത് അദ്ദേഹത്തിന് അതറിയാമായിരുന്നു. 550 വർഷം മുമ്പ് അറിഞ്ഞിട്ട് അത് മലയാളത്തിൽ എഴുതി വെച്ചു. അതിനു മുമ്പ് ഇത് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വന്മാരതൊക്കെ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ആർക്കും അറിയാനായിട്ട് മലയാളത്തിൽ എഴുതി വെച്ചില്ല. ഇദ്ദേഹമാണ് മലയാളത്തിൽ എഴുതി വെച്ചത്. അതുകൊണ്ട് സമ്മതരായ മാമനിശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. ഭാരതഭൂമിയെ കർമ്മക്ഷേത്രമെന്നും കേരളഭൂമിയെ പരശുരാമക്ഷേത്രമെന്നുമാണ് പറയുന്നത്. പരശുരാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ പരശുരാമം ഉണ്ടാക്കിയ ഭൂമി, അതാണ് കേരളം. കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാരതം. പിന്നെയോ അതിൽ ഉത്തമമായ പ്രദേശമാണ് ഭാരതഭൂമി, ഇത് കേരളം. യുഗം 4 തന്നെയും കലിയുഗം. 4 യുഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ യുഗത്തിനും 60,000 കൊല്ലം തപസ് ചെയ്തിട്ടാണ് ത്രേതായുഗത്തിൽ മുക്തി നേടിയിരുന്നത്. പിന്നീട് യാഗങ്ങൾ ചെയ്തതാണ് ത്രേതായുഗത്തിൽ. അതുപോലെ ഈ യുഗത്തില് കലിയുഗത്തില് തിരുനാമ സങ്കീർത്തനം കൊണ്ട് പൂർവികരെ നേടിയിരുന്നത്. കലിയുഗത്തില് തിരുനാമ സങ്കീർത്തനം കൊണ്ടുകൊണ്ട് മാത്രം ജീവിച്ചവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലാതെയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലികാലം കൈവണങ്ങിയിരുന്നു. കലിയെ തന്നെ കൈവണമെന്ന്. കാരണം എന്താണ്? എനിക്ക് നാമം ചൊല്ലിയാൽ തന്നെ മുക്തി ലഭിക്കാം, മോക്ഷം ലഭിക്കാം. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ, യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്നാണ് പറയുന്നത്. ഒരു പുല്ലായിട്ടെങ്കിലും എനിക്ക് ജനിക്കാൻ ഈ കലിയുഗത്തിൽ സാധിച്ചാൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് ഉദാഹരണം പറയുന്നു.
അജമായി, ഗജമായി, മരമായി, മൃഗമായി, അങ്ങനെ പല പല ജന്മങ്ങളെടുത്ത് സീത ഏതോ ജന്മത്തില് പുണ്യകർമ്മത്തിന്റെ ഫലമായി മനുഷ്യജന്മം സൃഷ്ടിച്ച് ആ മനുഷ്യജന്മത്തില് ഈ ഭൂമിയിൽ വന്ന് പിറക്കാൻ സാധിച്ചത്, ഈ വൻകരയിൽ ഈ ജംബുദ്വീപിൽ വന്ന് പിറക്കാനായത്, ഈ 9 ഖണ്ഡത്തിൽ ഭാരതഭൂമിയിൽ ഈ കേരള ക്ഷേത്രത്തിൽ വന്ന് ജനിക്കാൻ സാധിച്ചതും അതും കലിയുഗത്തിൽ വന്നത് എന്റെ ഭാഗ്യമാണ് എന്ന് പറയുന്നു. കാലം ഇന്ന് കലിയുഗമല്ലയോ? ഭാരതം ഈ പ്രദേശവുമല്ലയോ? നമ്മളെല്ലാം നരന്മാരുമല്ലയോ? ചെമ്മീനായി നിരൂപിപ്പിനെല്ലാവരും. ഹരിനാമങ്ങൾ ഇല്ലാതെ പോകരുത്. അതുകൊണ്ട് ഹരിനാമങ്ങൾ നാവും കൂടാതെ ജന്മമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തിരുനാമങ്ങൾ കീർത്തിച്ചിടുക. അപ്പോൾ നമ്മൾ പല പല ജന്മങ്ങൾ പല പല മൃഗങ്ങളായിട്ടാണ് ജനിച്ചത്. എത്ര ജന്മം പശുക്കളായി, എത്ര ജന്മം മരിച്ചു നടന്നു, എത്ര ജന്മം മണ്ണിൽ കഴിഞ്ഞു, എത്ര ജന്മം മരങ്ങളായിരുന്നു. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയതും 10 പള്ളിയിലാതെ ഉണ്ണിയായി പോയതും നമ്മൾ കണക്കൂട്ടിയിട്ടില്ല. ജനിച്ചതിന് ശേഷം എത്ര കാലം ഇങ്ങനെ ഇരിക്കുമെന്നും സത്യവും നമുക്ക് ഏതും അറിയില്ലല്ലോ. ഈർപ്പോടെ പോലെയുള്ള ഒരു ദേഹത്തിൽ ഈർപ്പ് മാത്രം കൊണ്ട് ഇങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്ന നേരം നേർത്തുപോകുമെന്ന് നീ പറയാവൂ. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിരുന്നതിന്റെ അതിരുമാണ്. ഇത്രയൊക്കെ ദുരിതങ്ങളിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ ഭഗവാനെ ഓർക്കുന്നില്ല, തിരുനാമങ്ങൾ കീർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുക, തിരുനാമങ്ങൾ കീർത്തിക്കുക. മനുഷ്യജന്മത്തില് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അതാണ് പ്രധാനം പറയുന്നത്. അർത്ഥത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കുക എന്നാണ് പ്രധാനം പറയുന്നത്. എല്ലാം നമ്മുടെ മഹത്വങ്ങളിൽ പല പല കാര്യങ്ങളിൽ പല പല രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. കോടിയേറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. സത്യം എന്നത് ബ്രഹ്മമെന്ന് തന്നെ. സത്യം എന്ന നിലനിൽക്കുന്ന വസ്തുക്കൾ സത്യം ബ്രഹ്മമാണ്. നേരത്തെ പറഞ്ഞു ഈ ലോകത്ത് ബാക്കിയുള്ള കാര്യത്തിലും മാറ്റമുണ്ടാകുന്നു. മായയാണെന്ന് പറയുന്നു. നമുക്ക് 4 യുഗങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനവും കാണാൻ പറ്റുന്നില്ല. ഇതിന് ഒരു 10 വർഷം മുമ്പുള്ള ആരായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റില്ല. ഓരോന്നിനും മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യമുള്ളത് ബ്രഹ്മമുള്ളത് തന്നെ. സത്യമുള്ള നിലനിൽക്കുന്ന വസ്തുക്കൾ വിദ്യ കൊണ്ട് അറിയാതെ വിദ്വാനെന്ന് നടിച്ചിട്ടുമില്ല. ഇത് നമ്മൾ ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വിദ്യ അറിയാത്തതുകൊണ്ട് വിദ്വാനം നടിക്കുന്നവരെ പറ്റി പറയുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മൾ ശരീരമല്ല, ഞാൻ ഈ ബ്രഹ്മമാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശരീരമാണ് ഞാനെന്ന വിദ്യ പോലും അറിയാതെയാണ് മറ്റുള്ള വിദ്യകൾ അറിയാവുന്നവൻ വിദ്വാനം നടിക്കുന്നത് എന്നാണ് പറയുന്നത്. പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ തിരുനാമങ്ങൾ സങ്കീർത്തനം ചെയ്ത് നമ്മൾ മോക്ഷം പ്രാപിക്കണം എന്ന ജീവിത തത്വമാണ് ജ്ഞാനപ്പാനയിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏത് ദിക്കിലിരിക്കലും തന്നുടെ നാവ് കൊണ്ടത് ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവികൊണ്ടത് കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. അതാണ് പ്രധാനം പറയുന്നത്. നമ്മൾക്ക് ഈ 14 ലോകങ്ങളിൽ നമുക്ക് ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചു. ബാധരായണൻ അനുവനം ചെയ്തു. നമുക്ക് അറിവുള്ള മഹത്തുക്കളെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഗീതയും പറഞ്ഞിടുന്നത് ഇങ്ങനെ, ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ, ആ ബ്രഹ്മത്തിൽ ലയിക്കുവാനായിട്ട് ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ,
മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമായതോ പിഴയാകിലും പിഴകി